ഷാരോൺ ഓൺലൈൻ ടി വിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ കൂടി ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ മയക്കുമരുന്നും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഡ്രഗ്സിൻ്റെ വിവിധമായ ദൂഷ്യകരമായ അനേക നിലയിൽ ആളുകൾ അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്. ഇതിൻ്റെ ദുരുപയോഗം നിമിത്തം നമ്മുടെ തലമുറ ഇന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. തലമുറ നഷ്ടപ്പെട്ടതുപോലെയാണ്. നമുക്കറിയാം, ഡ്രഗ്സ് എല്ലാം സിന്തറ്റിക് ഡ്രഗ്സ്, വളരെ മാരകമായ ഡ്രഗ്സ് അടിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടുകയാണ്. ലോകത്തിലെ ദിവസങ്ങളും പത്രമാധ്യമങ്ങളൊക്കെ കാണുന്ന അതിഭയങ്കരമായിരിക്കുന്ന ക്രൂരമായ കാര്യങ്ങളാണ് പ്രായഭേദമന്യേ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ വളരെ ദുഷ്ടതകളും കൊലപാതകങ്ങളും ഹീനമായ പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നു. ബന്ധങ്ങൾ പലതും നഷ്ടപ്പെടുന്നു. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കൊല്ലുന്നു. അങ്ങനെ സഹോദരി സഹോദരന്മാർ അന്യോന്യം കൊല്ലുന്നു. സമൂഹത്തിൽ യാതൊരു നമ്മളുടെ മൂല്യങ്ങൾക്കും വിലയില്ല. എല്ലാവരും അന്യോന്യം ചതിച്ചും കൊന്നു. അങ്ങനെ ഈ സാത്താൻ്റെ അധീനതയിൽ, ദുഷ്ടൻ്റെ അധീനതയിലായിരിക്കുന്ന ഒരു നശിച്ച ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന് വലിയ കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ധാരാളമായിരിക്കുന്ന ഈ മയക്കുമരുന്നുകളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. നാം പണ്ട് കേട്ടതിനേക്കാൾ കൂടുതലായിട്ടൊക്കെ MDA MA പോലുള്ള വളരെ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ലഭ്യമാണ്. അത് വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ ഈസിയായിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇന്ന് അവൈലബിളാണ്. ഇന്ന് ടോഫി മുട്ടായി രൂപത്തിൽ അവൈലബിളാണ്, സ്റ്റാമ്പ് രൂപത്തിൽ അവൈലബിളാണ്, ലിക്വിഡ് രൂപത്തിൽ അവൈലബിളാണ്. അത് ഏത് സ്ഥലത്ത് എങ്ങനെയും എത്തിക്കുവാനായിട്ട് കഴിയും. ആ നിലയിൽ എല്ലാവരുടെ കയ്യിലും എത്തിക്കുവാൻ ഒരു പ്രാവശ്യം ഇത് അടിമയായി കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും അടിമയാകുന്ന കുഞ്ഞുങ്ങളെയും സമൂഹത്തെയുമാണ് കാണുന്നത്. ആ സമൂഹത്തിൽ ദൈവമക്കൾക്ക് ഇവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇതൊരു സാത്താൻ്റെ ഒരു ചതിവാണ്. സാത്താന് ഈ ലോകത്തെ ആ ദുഷ്ടതയിലേക്ക് നയിക്കുകയാണ്. അതിൽ നിന്നും യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരുവാൻ വേണ്ടി ഇന്ന് അനേകർ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ വളരെ അടിമയായിരുന്ന, ലോകത്തിന് വളരെ വിപത്തായിരുന്ന ഒരു സഹോദരൻ്റെ സാക്ഷ്യം ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. ആ സഹോദരനുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ നടത്തുകയാണ്. ആ സഹോദരൻ ഈ കാര്യങ്ങളിൽ എന്തെല്ലാം ചെയ്യുന്നു, തൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്ത് രൂപാന്തരം വരുത്തി, ലോകത്തിന് തന്നെ ഈ മയക്കുമരുന്നിൽ നിന്നും ഇതിൻ്റെ ഉപയോഗത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ദൈവം തന്നെ തക്ക സമയത്ത് പിടിച്ച് ഇന്ന് വളരെ രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. തന്നിൽ കൂടി അനേകം പേർ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സഹോദരനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആ സഹോദരൻ്റെ പേര് ഗോപാലകൃഷ്ണനാണ്. സഹോദരനോട് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, സഹോദരൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഏത് കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ? ഞാൻ ആലപ്പുഴയിൽ പഴവീടെന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ നേറ്റീവ് പ്ലേസ്. ഞാനൊരു ഹിന്ദു നായർ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിൽ സ്വർണ്ണമായിരുന്നു കച്ചവടം. അങ്ങനെ പഴയ നായർ തറവാട്ടിലുള്ളതുപോലെ പല സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ 4 പേര് എനിക്ക് മുൻപുണ്ടായി. 4 പേരും സകല അവയവങ്ങളും ഉണ്ട്, പക്ഷെ മരിച്ചാണ് വെളിവരും, ജീവനിൽ. അങ്ങനെ കുടുംബ ജ്യോതിഷൻ ഇങ്ങനെ പ്രശ്നം വെച്ച കൂട്ടത്തിൽ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണായിരിക്കുമെന്നും 15 വയസ്സ് കഴിഞ്ഞ് ഈ ഭൂമിയിൽ ആ കുട്ടി ജീവിക്കണമെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം ഉള്ള മൃത്യുഞ്ജയ ഹവനം എന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട്. ആ വഴിപാട് തന്നെ കൂടാതെ ഒറ്റത്തൂക്കം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ അതിൻ്റെ ആ ചൂണ്ട കുത്തുന്ന വേദന അറിയാതിരിക്കാൻ ഒരു ഗ്ലാസ് കള്ള് കുടിച്ചാണ് എൻ്റെ മദ്യപാനം തുടങ്ങുന്നത്. അങ്ങനെ ആലപ്പുഴയിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എത്ര വയസ്സിൽ ബ്രദർ കള്ളു കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു? 15-ാമത്തെ വയസ്സ്. 15-ാമത്തെ വയസ്സിൽ ഈ മന്ത്രവാദ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി? മന്ത്രവാദമല്ല, അത് ഒരു ഭദ്രയുടെ ക്ഷേത്രത്തിലെ
ഒരു ആചാരമാണ്. ഒരു നേർച്ച വഴിപാടെന്ന് പറയും. വഴിപാടിന് വേണ്ടി കുടിക്കാൻ തുടങ്ങി. വേദന അറിയാതിരിക്കാൻ ഒരു ഗ്ലാസ് കള്ള് കുടിച്ചാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ, ആ ഒരൊറ്റ ഗ്ലാസ് കള്ളാണ് പിന്നെ എന്നെ അഡിക്റ്റായി മാറാനിടയായി. വീട്ടിലെ പിതാവ് കുടിക്കുവാൻ ഇല്ല, മോക്കിപ്പൊടി എന്നു പോലും എൻ്റെ അച്ഛനോ മറ്റുള്ളവർക്കോ അറിഞ്ഞു. വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ വിദ്യാഭ്യാസം ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവിടെ വെച്ച് പഠിത്തം നിന്നു. മദ്യപാനം, തെറ്റായ ജീവിതമൊക്കെ ആയിരുന്നു. ഈ 15ാമത്തെ വയസ്സിൽ കൂടി തുടങ്ങിയാൽ തന്നെയും വല്ലപ്പോഴൊക്കെ പിന്നെ കുടിച്ചു തുടങ്ങി. സ്കൂളിൽ വെച്ച് അങ്ങനെ ഇങ്ങനെ സ്കൂള് ഇങ്ങനെ ആനിവേഴ്സറി. പക്ഷെ വീട്ടുകാരും എന്നെ ഈ 5ാമത് ജനിച്ച മകനായതുകൊണ്ട് ഓമനക്കുട്ടൻ എൻ്റെ പെറ്റ്. അങ്ങനെ ഓമനയായിട്ട് വളർത്തി അവർ എന്നെ ശാസിക്കുകയോ, ബൈബിളിൽ പറയുന്നില്ല, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവൻ വിട്ടുമാറത്തില്ല, വടിയോടുകൂടെ ശാസിക്കുക. പക്ഷേ ഇതൊന്നും വീട്ടുകാരെന്നോടുള്ള സ്നേഹം കാരണം അവർ അത് മറച്ചു വെച്ചു. പക്ഷേ ഒരു 26-27 വയസ്സായപ്പം സദൃശവാക്യം 23 അധ്യായത്തിൽ പറയുന്നുണ്ട്, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് അനാവശ്യമായ മുറിവ്, വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കുത്തും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നീ നടുക്കടലിൽ സഹിക്കുന്നതിനെ പോലെയും പാമരത്തിന്മേൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. നിന്നെ അവർ തല്ലുമ്പോൾ നീ അറിയില്ല, നിന്നെ അവർ അടിക്കുമ്പോൾ നിനക്ക് വേദനിക്കുകയില്ല. നിന്റെ കണ്ണ് നീ തുറക്കുമ്പോൾ, അതാണ് ഇന്ന് ഈ ബ്ലാക്ക് ഹോൾ സ്റ്റേജ് അഡിക്റ്റായിട്ടിരിക്കുന്നവർ തലേ ദിവസം രാത്രി സത്യം ചെയ്യും. കൊളുത്തിയ വിളക്കിന് മുമ്പിൽ ഭാര്യയുടെ തല കൈവച്ച് മക്കളെ നിർത്തി, നിന്നാണ്, കുഞ്ഞുങ്ങളാണ് ഞാൻ. അവർ പറയുന്നത് സത്യമാണ്. അവർക്ക് ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ബ്രദറെ. പക്ഷെ എൻ്റെ അടുത്ത് വരാൻ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളൊരു ക്രിസ്ത്യാനിയില്ല. അനേകരുണ്ടായിരുന്നു എൻ്റെ ചുറ്റും. ആത്മഭാരമുള്ള ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക്, നിന്നെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു സാർ? ഒരുപാട് ഫ്രണ്ട്സ്. അവരെല്ലാവരും കുടിയന്മാരായിരുന്നു. ഞങ്ങളുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ഇത് ഏതെല്ലാം മറ്റു ഭാവങ്ങളിലേക്ക് സഹോദരൻ? ഞാൻ എല്ലാ ലഹരികളും 26-27 വയസ്സായപ്പോഴേക്കും അന്ന് ലഭ്യമായിരുന്ന അന്ന് ഡ്രഗ്. എൻ്റെ അമ്മാവൻ ഡോക്ടറായിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് നാൾ പുള്ളിയുടെ മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട് നിർത്തി. ഡ്രഗ്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ. എന്നെ നന്നാക്കാൻ വേണ്ടി എൻ്റെ ബ്രദറിലോ എയർഫോഴ്സിലായിരുന്നു, ഓഫീസർ റാങ്കിലായിരുന്നു. അവിടെ കൊണ്ട് കുറച്ച് ആളെ സിവിലിയനായിട്ട് ജോലി മേടിച്ചു തന്നു. പടയെ പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തോങ്കുളത്തിൽ പടാന്ന് പറഞ്ഞാൽ അവിടെ CSD ക്യാൻറ്റീനിൽ എനിക്ക് ജോലി കിട്ടിയത്. ഇഷ്ടം പോലെ കുടിക്കാം. അത് അങ്ങനെ ആ രീതി, അതറിയാവുന്ന എല്ലാ രീതിയിലുള്ള മദ്യങ്ങളും ബാബിനെ കൊണ്ട് ഒരു നാവിനടി കൊത്തിച്ച് ലഹരിക്ക്. അപ്പോഴും എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് പിന്നീട് കാണിക്കാം. ആ പട്ടിയുടെ കൂടെ കിടക്കുന്ന അവസ്ഥയിലായി ഞാൻ. അപ്പോഴും എനിക്ക് നന്നാകണം, നല്ലൊരു മനുഷ്യനായി, നല്ലൊരു വ്യക്തിത്വത്തിനുടമയായി ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അത് എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക്. അപ്പോൾ അവർക്കറിയാം, ചികിത്സകൾ ഇഷ്ടം പോലെ ചെയ്തു, നേർച്ച കാഴ്ചകൾ. ഇനി പോകാൻ സ്ഥലമില്ല. പല ഈ അർത്തിങ്കപ്പള്ളിയിൽ തന്നെ 101 വീട് ഞാനും എൻ്റെ അമ്മയും കൂടെ വീടാന്തരം കയറി. പളനിയിൽ 7 പ്രാവശ്യം പാൽക്കാവടി എടുത്തു. ശബരിമല 13 പ്രാവശ്യം പോയി. ഇനി പോകാൻ സ്ഥലമില്ല. അതുപോലെ ഞാൻ നന്ന ആഗ്രഹമുണ്ട്. അതാണ് ഇന്ന് അങ്ങനെ ഒരു മിനിസ്റ്റർ ചെയ്യാൻ കാരണം. തെരുവിൽ കിടക്കുന്ന ഒരു സഹോദരനും അവനും നല്ലവനായി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ബ്രദറിന് ആ പ്രായങ്ങളിലെ ഇത് മൊത്തം വിദ്യാഭ്യാസം എല്ലാം വിദ്യാഭ്യാസം എല്ലാം പോയി. അപ്പോൾ എന്തുമാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് കുടിക്കുമായിരുന്നു? ഒരു ദിവസം എത്ര പ്രാവശ്യം കുടിക്കും? ആദ്യമേ ഒരു ഗ്ലാസ് കള്ളിൽ നിന്നാണ് തുടങ്ങിയത്. ഗ്രാജുവലി ഇത് ഇങ്ങനെ വർദ്ധിച്ചു വരും. ആരും ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഒരു പൈൻറ്റോ ഒരു ക്വാർട്ടറോ ഒന്നും കുടിച്ചു തുടങ്ങാത്ത. ഒരു സിഗരറ്റാണെങ്കിൽ പോയി ഒരു പഫേ വലിക്കത്തുള്ളൂ. പിന്നെ ഗ്രാജുവലി ഇതിനുള്ള പണം ഇവിടുന്ന് കണ്ടെത്തി. പണം വീട്ടിൽ നിന്ന് തരുമായിരുന്നു. വീട്ടിലതിനുള്ള സോഴ്സ് ഉണ്ടായിരുന്നു. അച്ഛൻ തരുമായിരുന്നു, അമ്മ അറിയാതെ തരുമായിരുന്നു. പിന്നെ വീട്ടിൽ ഇത് കുടിക്കാനാണെന്നൊക്കെ അറിയാമായിരുന്നു. അവർക്ക് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇപ്പം. അതെ. പിന്നെ വീടുകളിൽ പ്രോപ്പർട്ടി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. തെങ്ങ് വെട്ടി വിൽക്കും, ആരും അറിയാതെ തേങ്ങ ഇടും. അങ്ങനെയൊക്കെയുള്ള ചെറിയ മോഷണം വീട്ടിൽ അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് തന്നെ കാശെടുക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും കുടിക്കാനുള്ള കുടിക്കണമെന്നുള്ള
എങ്ങനെയെങ്കിലും പണം പഠിച്ചിരിക്കും. ലാസ്റ്റ് ആയപ്പോഴേക്കും ഭിക്ഷാടക മദ്യമാണ് 2 രൂപ തരാമോ ചായ കുടിക്കാൻ. അപ്പോൾ എൻ്റെ ഫാമിലി അറിയാവുന്നവർ 2 ചോദിച്ചാൽ 10 തരും, ചിലർ 50 രൂപ തരും, ചില ചായ മേടിച്ചരും. എന്നിട്ട് അവർ ഉപദേശിക്കും. പക്ഷേ വാ, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ഒരാളെ കാണിച്ചു തരാം എന്ന് പറയത്തക്ക ഈ ദുശ്ശീലങ്ങൾ എന്തെല്ലാം ദോഷങ്ങൾ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട്? വളരെ ആക്ച്വലി ദോഷങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളൂ. അതായത് ബൈബിളിൽ പറയുന്നുണ്ട് മദ്യപാനി കീറ തുണി കൊടുക്കുക. അതുപോലെ തന്നെ ആയി ഞാൻ. എൻ്റെ എല്ലാം ലോസായി. എൻ്റെ ഫാമിലി പോയി, അമ്മ അച്ഛൻ പെങ്ങന്മാരെല്ലാം നഷ്ടപ്പെട്ടു, ബിസിനസ് പോയി, എൻ്റെ സ്ഥലങ്ങൾ സഖാവ് VS അച്യുതാനന്ദൻ്റെ തൊട്ട് കിഴക്കുവശത്തുള്ള പ്രോപ്പർട്ടി ആയിരുന്നു എൻ്റെത്. 1.5 ഏക്കർ സ്ഥലം. അതിപ്പോൾ ഒരു കോളനിയായി. അവിടെ ഒരു ചർച്ച കൊണ്ട്. പിന്നെ 7 ഏക്കർ കുട്ടനാടൻ പുഞ്ച പോയി, കട പോയി, വാഹനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു, മാനവും നഷ്ടപ്പെട്ടു, കീറത്തുണി എടുത്തു. വീട്ടിൽ നിന്ന് പോലീസ് മാറാത്ത അവസ്ഥയിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലായി ഞാൻ. അങ്ങനെ വീട്ടിൽ രാത്രിയിലൊക്കെ പോലീസ് വരുന്ന അവസ്ഥ. അങ്ങനായി അമ്മ മടുത്തു. അതാ ബൈബിളിൽ പെറ്റമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവം. എന്നോട് അമ്മ പറഞ്ഞിട്ടാ, നീ എവിടെങ്കിലും പോയി ഒരു ട്രെയിന് തലവെച്ച് മരിക്കുക. അവരെ കൊണ്ട് നോക്കാവുന്നതിൻ്റെ മാക്സിമം ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി നിറച്ച കാഴ്ചകൾ നടത്തി, മന്ത്രങ്ങൾ, പൂജകൾ, ഒന്നിലും. അത് ബൈബിൾ പറയുന്നുണ്ട്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഇതൊന്നും എനിക്കറിഞ്ഞൂടായിരുന്നു. ഈ ബൈബിൾ ഒരു ഫോറിൻ ദൈവത്തിൻ്റെ പുസ്തകമായിരുന്നു എന്നെ സംബന്ധിച്ച് അന്ന്. ഉപനിഷത്തുക്കളും രാമായണവും ഭഗവത്ഗീതയും മറ്റ് ഹൈന്ദവ ആചാരപ്രകാരം ജീവിച്ച് എനിക്ക് ഈ പുസ്തകം അറിയാനേ വയ്യ. അങ്ങനെ വീട്ടുകാരും ഉപേക്ഷിച്ചു, നാട്ടുകാരും. ഒരു പാട്ടുണ്ട്, കൂട്ടം വേറുത്തു കുലവും വേറുത്തന്നെ കൂട്ടുകാരും വേറുത്തു, എന്നാൽ കൂട്ടായി തീർന്നൊരു സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും. എൻ്റെ ലൈഫാണ്. എങ്ങനെയാണ് ഈ ആത്മീയ പശ്ചാത്തലത്തിലേക്ക് വരാനിടയായത്? അത് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചല്ലോ. അത് കഴിഞ്ഞ് പണം വേണമെന്നായി. അപ്പോൾ കഞ്ചാവ് വലിക്കും. പിന്നെ കഞ്ചാവ് വലിക്കുന്ന ഞാൻ കഞ്ചാവ് കച്ചവടം അങ്ങ് ചെയ്യാൻ തുടങ്ങി. ആ കഞ്ചാവ് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി. 1999 അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ കാണിക്കും. മാനന്തവാടിയിൽ കഞ്ചാവ് മേടിക്കാൻ, വിൽപ്പനയ്ക്ക് കഞ്ചാവ് എടുക്കാൻ പോയി ഞാൻ പാക്കറ്റ് ചാര ഉപയോഗിച്ച് തെരുവിൽ കിടക്കുന്നൊരു ഫോട്ടോ. ഇന്നും ആ സ്റ്റുഡിയോ ഉണ്ട്, ഫോക്കസ് സ്റ്റുഡിയോ. ഫ്രാൻസിസ് ബേബി എന്ന് പറഞ്ഞൊരു സഹോദരനാണ്. അന്ന് അദ്ദേഹം ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. അദ്ദേഹം എടുത്തൊരു ഫോട്ടോ 2005 ഞാൻ രക്ഷാകർമ്മത്തിൽ വന്നതിന് ശേഷം അവാർഡ് കിട്ടി. ആ ഫോട്ടോ കാണും. അവിടെ നിന്ന് കഞ്ചാവുമായിട്ട് ആലപ്പുഴ വരുന്ന സമയത്ത് പലപ്പോഴായി പോലീസിൻ്റെ പല കേസിൽ പിടിച്ചിട്ടുണ്ട്, പലപ്പോഴായി ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ അന്ന് പിടിച്ചു. 16 പൊതി കഞ്ചാവുമായിട്ട് എന്നെ പോലീസ് അറസ്റ്റ്. സാം ക്രിസ്റ്റി ഡാനിയൽ എന്ന് പറഞ്ഞ അന്ന് അദ്ദേഹം SI ആയിരുന്നു. പിന്നെ ഗോപാലകൃഷ്ണ സാർ എന്ന് പറയും, ഇന്ന് അദ്ദേഹം പാസ്റ്ററാണ്. എന്നെ അറസ്റ്റ് ചെയ്ത് ആലപ്പുഴ ജയിലിൽ. ഞാൻ അറിയുന്നില്ല, എൻ്റെ ചാർജ് NTPS ആണ്. അതായത് 24 വർഷം ശിക്ഷ വിത്തൗട്ട് ബെയിൽ. മറ്റത് പിടിച്ചോണ്ട് അക്ബാരി ആക്ട് പ്രകാരം 1000 രൂപയോ അല്ലെങ്കിൽ 6 മാസം കിടന്നാൽ ഇറങ്ങി വരും. അപ്പോൾ കാരണം പൈസ ഉള്ള കാരണം അടച്ചിറങ്ങി വരും. പക്ഷെ ഇത് മനഃപൂർവ്വം എൻ്റെ അച്ഛൻ വിചാരിച്ചതിനെ ഇറക്കാറ്. അച്ഛനും മടുത്തു. അത് ആ പട്ടത്തിൽ തന്നെ പറയുന്നത്, മാതാപിതാക്കന്മാരെന്നെ വേറുത്താലും സന്താപമില്ലെനിക്ക്, എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിയിടുന്നു യേശുവുണ്ട്. ഇതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സങ്കീർത്തനം 119:71 പറയുന്നുണ്ട്, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമാണ്. അവൻ്റെ ചട്ടങ്ങളിൽ ഞാൻ പഠിക്കത്തില്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. എൻ്റെ വീട്ടിൽ എന്നെ കയറ്റത്തില്ല. ആ ഗേറ്റിൻ്റെ അവിടെ വന്നു നിന്നാൽ ഇവിടെ നാറ്റമടിക്കുന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു. എന്നാൽ ഇന്ന് സെഷന്മാരായ നിങ്ങളുടെ കൂടെ ഒരു സഹോദരനായി നിങ്ങളുടെ വീട്ടിൽ
ഇരിക്കാനൊരു ഭാഗ്യം ലഭിച്ചത് ഈ വിശുദ്ധ ബൈബിളിനെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് ഈ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അങ്ങനെ ആരാണ് മുഖാന്തരമായി? അതെ, ഏത് പശ്ചാത്തലം? അത് ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി. സാധാരണ എൻ്റെ വക്കീലോ എൻ്റെ ഫ്രണ്ട്സോ പോലീസുകാരും ഫ്രണ്ട്സോ ഉണ്ട്. അവർ അപ്പം എന്നോട് വക്കീൽ വന്ന് പറഞ്ഞു, വർഷം പെട്ടുപോയി, ആക്ട് വേറെ 24 വർഷം കിടന്നേ ഒക്കത്തുള്ളൂ. അത് കാരണം ഒരു രക്ഷയില്ല മോനെ. അപ്പം ഞാനും അങ്ങ് വല്ലാതെ മറ്റേത് എന്നെ ഇറക്കും, ഞാൻ ക്യാഷ്വലായിട്ട് എനിക്കെല്ലാം അങ്ങനെ അറിയാമല്ലോ, ജയിലിലെ അവസരങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരും. പ്രത്യേകിച്ച് പൈസ ഉണ്ടെങ്കിൽ നടക്കുമല്ലോ. അങ്ങനെ 15-ാമത്തെ ദിവസം എന്നെ റിമാൻഡ് പുതുക്കാൻ കൊണ്ടുപോകും. പ്രത്യേക ഓർഡർ മേളിൽ നിന്ന്. അപ്പോൾ എത്ര പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തലവനെ ആലപ്പുഴ പട്ടണത്തിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നാൽ എനിക്ക് പ്രിവെൻറ്റീവ് അറസ്റ്റായിരുന്നു. എങ്കിലേ ആ ഫംഗ്ഷൻ അവിടെ സ്മൂത്തായിട്ട് റൺ ചെയ്യത്തുള്ളൂ. ഞങ്ങൾ ടീമിനെല്ലാം വിളിച്ചകത്ത് ഇടിയടിയൊന്നുമില്ല, ഞങ്ങൾ ടീമകത്ത് പോകും, നല്ല ഫുഡുമൊക്കെ തരും. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ അന്നത്തെ SP ഞങ്ങളോട് പ്രത്യേക വൈരാഗ്യമുണ്ട്. പുള്ളി അവനെ നടത്തിക്കൊണ്ടു. അപ്പം ഞാൻ വിറ്റ കട, എൻ്റെ അച്ഛൻ ഇന്ത്യൻ കോഫി ഹൗസിലെ മാനേജരായിരുന്നു, എൻ്റെ പെങ്ങൾ പഠിക്കുന്ന കോളേജിൻ്റെ വാതിക്കൽ നടത്തിക്കൊണ്ട് പോവുക. പക്ഷെ ബൈബിള് പറയുന്നുണ്ട്, യശയ്യാ 55-ാം അധ്യായത്തിൽ, നിന്റെ വിചാരമല്ല പോലീസേ എൻ്റെ വിചാരം, നിന്റെ വഴിയല്ല എൻ്റെ വഴി. എൻ്റെ കുഞ്ഞ് ഈ തെരുവിൽ എന്നെ മഹത്വം നീ എങ്ങനെ നടത്തിയാലും അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടവൻ, ആമേൻ, യു ആർ പ്രഷ്യസ് ഫോർ മീ, നീ എനിക്ക് വിലയേറിയവനും മാന്യനും. എന്നെ കണ്ടപ്പെട്ട് ഒരു പോക്കറ്റടിക്കാരനും ഞാനും കൂടെ പോണം. എൻ്റെ കുഞ്ഞു പെങ്ങള് കാണാനിടയായി, അവൾ കോളേജിൽ വരുന്നു. അവളും കണ്ട് ഞാൻ കരഞ്ഞു. വെച്ചാൽ ഏത് കൊടും ക്രൂരനും മനസ്സാക്ഷിയാണ് പുള്ളി. അന്ന് കോടതിയിൽ നിന്ന് വരുന്ന വഴി മരിക്കണമെന്ന് തീരുമാനമെടുത്ത കോടതി വെച്ച് കഞ്ചാവൊക്കെ ഹാൻഡ് ഓവർ ചെയ്യും. കോടതി കൊണ്ടുപോണത് ജയിൽ വാർഡന്മാരല്ല, പോലീസുകാരാണ്. അപ്പം നമുക്ക് കാശുണ്ട്, എന്ത് വേണേ അവിടെ കിട്ടും. അങ്ങനെ തിരിച്ച് ജയിലിൽ വന്ന് മരിക്കാൻ ഒരുങ്ങിയിരിക്കെ രാത്രി ഒരു കഷ്ണം ബ്ലേഡും അഡ്ജസ്റ്റ് ചെയ്ത് മരിക്കണം. ബ്ലേഡൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അവർ അവിടെ നഖം വെട്ടാനോ ഇതൊക്കെ എന്ന് പറയും, മേടിക്കാം. നമുക്കൊരു പ്രത്യേക ഒരു കൺസെഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 2:30 മണിയായപ്പം നമ്മുടെ ദേവദാസൻ കുഞ്ഞുമോൻ ചാക്കോ അച്ചായനും തിരുവനന്തപുരത്തുള്ള ശിവദാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലായിരുന്നു. ഇവർ രണ്ടും കൂടെ പ്രസിഡന്റ് ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനമായിട്ട് ഇന്ന് ഞങ്ങളും കൊണ്ട് ജയിലിൽ അവിടെ വന്നു. ജയിൽ വാർഡും എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്, പാട്ടോ കുത്തൊക്കെ കേൾക്കണ ചെല്ലാൻ പറഞ്ഞു. അതും ജഗതിയിലുള്ളൊരു ശ്രീകുമാർ എന്ന് പറയുന്നൊരു സാറാണ്. എനിക്ക് ക്രിസ്ത്യൻ പാട്ടിനോട് അന്നേ ഭയങ്കര താല്പര്യമാണ്. അതാണല്ലോ ബൈബിൾ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേര് വിളിച്ചിരിക്കുക. യശയ്യാ 45:4. ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. ഏറ്റവും പുറകിൽ 85 പ്രതികളുണ്ട്, പുറകിൽ ചാരിയിരിക്കുക. ഞാൻ ഇവരെ കൊഞ്ചനം കുത്തും, കളിയാക്കും, പോടാന്നൊക്കെ ഇങ്ങനെ പറയും. ആ സഹോദരൻ്റെ സാക്ഷ്യം അതാണ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ സഹോദരൻ ഞാൻ തമ്മിൽ പിന്നെ കണ്ടിട്ടില്ല. ആ സഹോദരൻ പറഞ്ഞു പോയതിനു ശേഷം നമ്മുടെ കുഞ്ഞുമോൻ ചാക്കോ അച്ചായൻ ഇതുപോലൊരു പുതിയ നിയമ ബൈബിള് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു വിട്ടത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിന്റെ ഉള്ളിൽ പല വിചാരങ്ങളുണ്ട്. ബൈബിൾ പറയുന്ന ആത്മീയനെല്ലാം വിവേചിക്കും, താൻ ആരാലും വിവേചിക്കപ്പെടത്തില്ല. ആത്മാവുള്ളവനറിയാം എൻ്റെ ഹൃദയത്തിൽ എന്താ. അന്ന് രാത്രി മരിക്കാനിരിക്കുവേ, അത് 3ാമത്തെ പ്രാവശ്യത്തെ ആത്മഹത്യയ്ക്ക്. അതിന് മുമ്പ് ഉറക്കമില്ലാതെ പല വിഷയങ്ങളും 2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ കണ്ടത് കാരണം തട്ടി മാറ്റി ഇവിടെയും കൊണ്ടു. വേണമെങ്കിൽ പുള്ളി റിക്വസ്റ്റ് ഒന്നും ചെയ്തില്ല, വേണമെങ്കിൽ ബൈബിള് മേടി, എനിക്ക് വേണമായിരുന്നു. ഇത് വായിക്കാനോ പഠിക്കാനോ ധ്യാനിക്കാനോ അല്ല. കഞ്ചാവുണ്ട്, തെറുക്കാൻ വീഡിയോയേ ഇല്ല, സിഗരറ്റും ഇല്ല. ഈ ബൈബിളിൽ നിന്ന് ഒരു പേപ്പർ കീറി കഞ്ചാവിട്ട് വലിച്ചിട്ട് കയ്യിലെ ഞരമ്പ് മുറിച്ച് മരിക്കാൻ വേണ്ടിയായി ഈ ബൈബിള് ഞാൻ മേടിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ ഈ ബൈബിള് ചുമക്കുക, എന്നെ ഈ ബൈബിള് ചുമക്കുക. പിന്നെ മഹത്വം അറിയാവുന്നവർക്ക് അറിയാം. അന്ന് രാത്രി ഇത് പുല്ലുവാട താഴെ കൊണ്ട് വെച്ചു, കിടന്നു. 9 മണിക്ക് ലൈറ്റ് ഓഫ്. അങ്ങനെ ബൈബിള് ഞാൻ കഞ്ചാവ് തുറക്കാൻ മേടിച്ചതാണ്. ഇതിനകത്തുനിന്നൊരു പേപ്പർ കീറി
ആ കഞ്ചാവ് തെറുത്ത് കയ്യിലെ ഞരമ്പ് മുറിച്ച് മരിക്കാനായിട്ടാണ് ഞാൻ ഈ ബൈബിൾ. പക്ഷേ ഈ ബൈബിള് എൻ്റെ ഹൃദയത്തെ കീറി. അതായത് എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയത്തെ തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകരും, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം നിങ്ങളിൽ നിന്ന് മാറ്റി മാംസളമായ ഹൃദയം നിങ്ങളിൽ വെച്ച് എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ ഞാൻ നടക്കുമാണ്. ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അതിനുപയോഗിച്ചത് ഏലിയാവിൻ്റെ അടുത്ത് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്തതുപോലെ, ബലയാമനോട് സംസാരിക്കാൻ ഒരു കഴുതിയെ ഉപയോഗിച്ചതുപോലെ, ജയിലിനകത്തൊരു പോക്കറ്റടിക്കാരനായ സഹോദരനായ എന്നോട് ചോദിക്കുന്നത്, ഗോപാലകൃഷ്ണൻ ആ മേടിച്ച ബൈബിൾ എന്ത് ചെയ്യുന്നു? ഞാൻ മേടാ പിന്നെ തെറുക്കാം, 9 മണിക്ക് ലൈറ്റ് ഓഫ് ആവും, അത് കഴിഞ്ഞ് തെറുക്കാം. നമ്മൾ തെറുക്കാനല്ല, വായിക്കാം. സഹോദരങ്ങളെ, ബൈബിൾ പറയുന്നത് 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനങ്ങൾ. ആ പാപികളിൽ ഞാനൊന്നാം. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് അവൻ്റെ കരുണ ലഭിച്ചത് ജയിലിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ കഷ്ടത്തിനായിട്ട് സ്വർണ്ണക്കട പോയതോ സ്ഥലം പോയതോ നിലം പോയതോ മാനഹാനി സംഭവിച്ചതോ ഒന്നും ഈ സ്വർഗത്തിൻ്റെ ആ ഭാഗ്യം പാട്ട് പാടാറില്ലേ, സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്ന. ഇപ്പം എനിക്കൊന്നുമില്ല ഭൂമിയിൽ ഭൗതികമായി ഒരു വഹ എനിക്കില്ല. പക്ഷേ സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ കയറി അപ്പ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം അതെനിക്ക് ലഭിച്ചത് ഈ സഹോദരൻ്റെ. ബൈബിൾ പറയുന്നത്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് വായിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നു. ഇന്ന് അവനും ഒരു ശുശ്രൂഷകനാണ്. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് പെനിയൽ ഡി അഡിക്ഷൻ സെൻ്ററിലൊരു ശുശ്രൂഷകനാണ്.